ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ ഷവർമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഷവർമ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷവർമ നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമ എങ്ങനെ ചെയ്യാവുന്നതാണെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി 250 ഗ്രാം ബോൺലെസ് ചിക്കന് നന്നായി കഴുകി ചെറിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 4 ചെറിയ വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. അതുപോലെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി വേണം. ഞാനിപ്പോൾ ഒരു ലെമൺ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കുക. എന്നാലേ നമ്മുടെ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെന്നാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 2 ബ്രെഡ് വേണം ഒരു പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബ്രെഡ് എടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ച് ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡും കൂടി അങ്ങനെ ചെയ്തെടുക്കുക. ഇത് കളയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് കൂടി വേണം. അപ്പോൾ ഇതൊന്ന് ചെറുതായി ചൂടാക്കുക, എന്നിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ബ്രെഡ് ക്രംസ് കിട്ടും. ഇനി നമുക്കിത് ഓരോന്നായി ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പല ഷേപ്പായി വരാൻ പാടില്ല. കാരണം നമ്മൾ ഒന്നുമേ മറ്റൊന്ന് ഒട്ടിച്ചിട്ടാണ് പോക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി പരത്തി വെച്ച് 2 ബ്രെഡ് എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് 2 ബ്രെഡും കൂടി ഒന്ന് ഒട്ടിച്ച് അതിൻ്റെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ചെറുതായി ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ഭാഗവും ഒട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രൈ ചെയ്യുന്ന മുൻപേ ഇതൊന്ന് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 1 എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ബ്രെഡ് എഗ് ബാറ്ററിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക. ഈ ബ്രെഡ് ക്രംസ് ഞാൻ നേരത്തെ ബാക്കി വന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ എല്ലാ ബ്രെഡും ഇങ്ങനെ ചെയ്ത് വെച്ച ശേഷം മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമല്ലോ. ഇപ്പോൾ എല്ലാ ബ്രെഡും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായ ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമ്മുടെ പോക്കറ്റ് ശരിക്കും പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി പൊങ്ങി വന്നാൽ തിരിച്ചിട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറായ ശേഷം എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ നന്നായി പൊങ്ങി വന്ന് എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളറായാൽ നമുക്ക് എടുത്ത് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഷവർമയിലേക്കുള്ള ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല നൈസായിട്ട് നല്ലൊരു ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഷവർമയിലേക്കുള്ള ഷവർമ സോസ് ഉണ്ടാക്കണം. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് എള്ള് വേണം. വെളുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്ത എള്ള് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ 5 ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള കണക്കാണ് പറയുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇത് അധികം ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്,
1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും 3 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷവർമ സോസ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരു പാൻ വെച്ച് എണ്ണ ചൂടായ ശേഷം ആ ചിക്കൻ ഒന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. എണ്ണ ചൂടായ ശേഷം ഞാൻ ചിക്കനെല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഷവർമയുടെ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കുക. അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായി വെള്ളമൊക്കെ വറ്റി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഒരു ഉടഞ്ഞ പരുവത്തിലാണല്ലോ നമ്മുടെ ഷവർമ ഉണ്ടാവുക. ചെറിയ പീസായതുകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഷവർമയിലേക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഷവർമയിലേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കന്, അതുപോലെ ബ്രെഡ് പോക്കറ്റ്, ഷവർമ സോസ്, കുറച്ച് വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ കാബേജ്, കുക്കുംബർ, തക്കാളി, ലെറ്റ്യൂസ് ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ പോക്കറ്റ് ആക്കാമെന്ന് നോക്കാം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ചിക്കനും വെജിറ്റബിൾസും ഷവർമ സോസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കന് അതുപോലെ വെജിറ്റബിൾസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ എല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഷവർമ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കി വെച്ച ഷവർമ സോസ് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. എന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അഭിപ്രായം എന്താണെങ്കിലും അത് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.